പുലിയെ പിടിച്ചിരുന്നു, കൂട് വെച്ച് പിടിച്ചിരുന്നു ഇതിന് മുകളിൽ നിന്ന്. അത് ഒരു കിലോമീറ്റർ അപ്പുറത്ത് വെച്ച്. ഗോപാലൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്നൊരു ആടിനെ കൊണ്ടുവരും രാത്രിയിൽ എപ്പോഴും. പകലിങ്ങനെ വരുന്നത് ഇവിടെ എല്ലാവർക്കും ഒരു പുതുമ, കാരണം ആദ്യമായിട്ട് വേണം. മൂത്ത കുഞ്ഞ് അംഗൻവാടി പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരെണ്ണോടുണ്ടെങ്കിൽ അത് ആയൊക്കെ സംരക്ഷിക്കും, എങ്ങനെയായാലും പോയി അപ്പുറത്ത് പോകും. അപ്പോൾ അത് വലിയ ദുരന്തമായി പോയാനേ. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ തൊട്ടടുത്ത വീടുകളിൽ അറിയിക്കാൻ ഒന്നാമത്തെ കാര്യം റേഞ്ചില്ല, പിന്നെ മൊബൈലിന് റേഞ്ചില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് മറ്റൊരാളെ വിളിച്ചറിയിക്കാൻ പറ്റത്തില്ല. വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറിയ പുലിയിൽ നിന്നും അമ്മയും 2 വയസ്സുകാരൻ മകനും അത്ഭുതകരമായി രക്ഷപ്പെട്ട സംഭവത്തിനെ തുടർന്ന് നാട്ടുകാരും ഭീതിയിലാണ് കഴിയുന്നത്. പുലിയെ പിടികൂടുന്നതിനായി ഇപ്പോൾ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ പൂമരുതിക്കുഴി എന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസമാണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായത്. വീട്ടിനുള്ളിലേക്ക് പുലി ഓടി കയറുകയും ഉടൻ തന്നെ ആ അമ്മ, അതായത് കുഞ്ഞും വളർത്തുനായുമായി അത്ഭുതകരമായി മുറിക്കുള്ളിലേക്ക് കയറി വാതിലടച്ച് രക്ഷപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ പതിവായി വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുന്നു. പതിവായി പുലിയെയൊക്കെ കണ്ടിട്ടുണ്ട്. വീടുകളിൽ നിന്നുമൊക്കെ ആടിനെ വരെ പിടിച്ചുകൊണ്ടുപോയി എന്ന നാട്ടുകാരും ഇപ്പോൾ പറയുന്നുണ്ട്. ഈ സ്ഥലത്ത് പതിവായിട്ട് ഇങ്ങനെ വന്യമൃഗശല്യങ്ങൾ ഉണ്ടോ? വന്യമൃഗശല്യങ്ങൾ, പന്നി, അങ്ങനെ ആന മാത്രമേ ഉള്ളൂ വരാത്തത്. ഇല്ലാത്ത പന്നി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പ്ലാവായാലും മറ്റേതൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഇതിങ്ങനെ ആദ്യമായിട്ടുമാണ്. ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ ചുറ്റുപാട് നിന്നൊക്കെ പിടിക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 ഇപ്പോൾ പിടിച്ചിരുന്നു. ഈ കഴിഞ്ഞ 25-ാം തീയതി പുലിയെ പിടിച്ചിരുന്നു, കൂട് വെച്ച് പിടിച്ചിരുന്നു ഇതിന് മുകളിൽ നിന്ന്. അത് ഒരു കിലോമീറ്റർ അപ്പുറത്ത് വെച്ച്. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ 25-ാം തീയതി ഇവിടെ പിന്നെ ഗോപാലൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്നൊരു ആടിനെ കൊണ്ടുവരും രാത്രിയിൽ എപ്പോഴും. അത് പിന്നെ അതാരും പറഞ്ഞില്ല. പിന്നീട് അവർ ആടിനെയൊക്കെ വിൽക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇന്നിങ്ങനെ പകലിങ്ങനെ വരുന്നത് ഇവിടെ എല്ലാവർക്കും ഒരു പുതുമ, കാരണം ആദ്യമായിട്ട് വേണം. ഈ വീട്ടിൽ കയറി വരും. അതല്ലാതെ കാണൽ തന്നെ അങ്ങനെ പകലില്ല. രാത്രിയിലൊക്കെ വന്ന് പോകുന്നു എന്നുള്ളതല്ലാതെ അങ്ങനെയില്ല. പക്ഷേ ഇത് ഒരു ഭയങ്കര സംഭവം കാരണം പകൽ. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ആ 2 കുഞ്ഞ് അവർ 2 പേരും ഉള്ളായതുകൊണ്ടാണ്. അതിൻ്റെ മൂത്ത കുഞ്ഞ് അംഗൻവാടി പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരെണ്ണോടുണ്ടെങ്കിൽ അത് ആയൊക്കെ സംരക്ഷിക്കും, എങ്ങനെയായാലും പോയി അപ്പുറത്ത് പോകും. അത് തന്നെയല്ല, നല്ല ഉറപ്പില്ലാത്തൊരു കതവ് വലിച്ചടച്ചതാണ് അത്രയും ഇതായിപ്പോൾ. അതുകൊണ്ടാണ് അത് രക്ഷപ്പെട്ടത്. മറ്റേ ഓടി നടക്കുന്നവനാണ് മറ്റേ വലിയവൻ. ചിലപ്പോൾ ഇതെന്താണെന്നറിയാനും കൂടെ അവനോട് എടുത്ത് ചാടി കഴിഞ്ഞാൽ ഈ പട്ടിയെ സംരക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഈ പട്ടി അട്ടക്കട്ട കയറി പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഈ പെണ്ണിന് ഒരു ചാടി ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അത് വലിയ ദുരന്തമായി പോയാനേ. ഈ അവർ 2 പേരും ഉള്ളായതുകൊണ്ടും ആ കുഞ്ഞ് തീരെ പോയത്. പക്ഷെ ഒരാളൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും നമ്മൾ വയ്ക്കാൻ പറ്റത്തില്ല. അത് എന്തൊക്കെയോ ആയി മാറിയേനെ. കാരണം അത് പിന്നെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഇപ്പോൾ കൂട് സ്ഥാപിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ കൂട് കൊണ്ടുവരുന്നു. ഇന്ന് 2 ആടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കൂടൊന്ന് പാക്കണ്ടത്തും ഒന്ന് പിടി ഈ പൂമരുതിക്കുഴി ഭാഗത്ത്. ഇപ്പോൾ 2 ആടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നിനെ ഇന്ന് വൈകിട്ട് പാക്കണ്ടത്തിലേക്ക് ഒരാടിനെ മാറ്റി ഒരാടിനെ ഇവിടെ ഫിക്സ് ചെയ്യുകയും ചെയ്യും. വനം ഈ പ്രദേശത്തുണ്ടോ? വനമാണ്. ഇത് ചുറ്റും വനമാണ്. അടുത്തടുത്ത് കുറേ വീടുകളുണ്ട്. അത് കുറേ വീടുകളും മാത്രം അടുത്തടുത്തുണ്ടെങ്കിലും പിന്നീട് അങ്ങനെ ഒറ്റപ്പെട്ട ഇങ്ങനെ കിടക്കുന്ന വീടുകളാണ്. അങ്ങനെയല്ല, 5-6 വീടുകൾ ഒന്നിച്ചുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ എല്ലാം പലയിടത്തിലാണ്. ഒന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ തൊട്ടടുത്ത വീടുകളിൽ അറിയിക്കാൻ ഒന്നാമത്തെ കാര്യം റേഞ്ചില്ല, മൊബൈലിന് റേഞ്ചില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് മറ്റൊരാളെ വിളിച്ചറിയിക്കാൻ പറ്റത്തില്ല. പോയി ചെന്ന് പറയാനെ കൊണ്ടുള്ള കാരണം സ്ത്രീകൾ മാത്രമേ ഉള്ളെങ്കിൽ പാട് തന്നെ. അപ്പോൾ ഇത് ഇവിടെ തന്നെ ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ തൊട്ടപ്പുറത്തേക്കും പുലി കയറിയ വീട്ടിൽ തന്നെ ആണെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇതിൻ്റെ സൈഡിലാണ് താമസിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ പോലും നമുക്ക് രാത്രി ഇറങ്ങി അവിടെ ചെന്ന് പറയാൻ പറ്റത്തില്ല. പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളതിലും ചെയ്യാൻ പറ്റില്ല, കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നമുക്ക് പറഞ്ഞു വിടാനും പറ്റത്തില്ല. അപ്പോൾ അതൊരു വലിയൊരു വിഷയം. ഈ ഭീതിയോടാണ് കഴിയുന്നത്. നല്ല ഭീതിയുണ്ട്, എല്ലാവർക്കും ഭീതിയുണ്ട്. കാരണം ആരും പിന്നെ അറിയിക്കുന്നില്ല, പിന്നെ ജീവിച്ച് പോകട്ടെ എന്നൊക്കെ ഇങ്ങനെ കണക്ക് കൂട്ടുന്നു. പക്ഷേ അതൊരു ഭയങ്കര സങ്കടം തന്നെയാണ്. ഇതെല്ലാം ഉള്ളിലൊതുക്കി നമ്മളിങ്ങനെ ഇത് ഇട്ടിട്ട് പോകാമോ അതും വയ്യ. കൃഷിയൊക്കെ ഉണ്ടല്ലോ. കൃഷിയല്ല, റബ്ബർ, അങ്ങനെ കൃഷിയോട് ചെയ്യാൻ പറ്റത്തില്ല. വന്യമൃഗങ്ങൾ കൊണ്ട് പറ്റത്തില്ല. അപ്പം തന്നെ അതെങ്കിൽ മയിൽ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. പന്നി അതിൻ്റെ മുകളിൽ ഒന്നും കൃഷി ഒന്നും നടക്കത്തില്ല. പിന്നെ ഈ റബ്ബറിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്. ഈ ആദായം കളഞ്ഞിട്ട് നമ്മൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതോർത്ത് മാത്രമാണ് മനുഷ്യനോട് ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്. എല്ലാവരും റബ്ബർ കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇപ്പോൾ കൂലിക്ക് വെച്ച് വെട്ടിച്ചിട്ട് അവർക്ക് അതിനകത്ത് ആദായം വീട്ടിലൊന്നും കിട്ടാനില്ല. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ അത് ചെയ്യുക. ഇത് ഓർത്തിട്ടാണ് അങ്ങും പോകാത്തത്. അതാണ് ആൾക്കാർ ഇവിടെ ഇങ്ങനെ നിൽക്കാനും കാരണം. പേടിയും ഭീതി കൊണ്ടും ഇങ്ങനെ നടക്കുക. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചും പറഞ്ഞു ഈ ഫോണിൻ്റെ സഹായത്തിലാണ് പിന്നെ നിൽക്കുന്നത്. പിന്നെ നല്ല നാട്ടുകാരുണ്ട്, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒന്ന് വിളിച്ച് പറഞ്ഞ രാത്രിയായാലും
എല്ലാവരും ഓടിക്കൂടും. അങ്ങനെ ആ ഒരൊറ്റ ബലമാണ് എല്ലാവർക്കും ഉള്ളത്. ഏതായാലും ഈ പ്രദേശം വനത്തിനോട് ചേർന്നൊരു മേഖലയാണെങ്കിലും നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരൊക്കെ തന്നെ വലിയ ഭീതിയോടെയാണ് കഴിയുന്നത്. രാത്രികാലങ്ങളിലൊക്കെ മറ്റു വീടുകളിലൊക്കെ വന്ന് പുലി വളർത്തുമൃഗങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പകൽ ആദ്യമായാണ് ഈ മേഖലയിൽ പുലിയെ കണ്ടത് എന്ന് നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഭീതിയിലാണ് കഴിയുന്നത്. ഇപ്പോഴും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് നാട്ടുകാർ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പുലിയെ പിടികൂടുന്നതിനായി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കൂട്ടിൽ 2 ആട്ടിൻകുട്ടികളെയും അവർ എത്തിച്ചിട്ടുണ്ട്. ഏതായാലും ഉടൻ തന്നെ പുലിയെ പിടികൂടി ഈ മേഖലയിലെ ഭീതി അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.